മഴ കാത്തു കഴിയുന്ന മനസ്സിൻ്റെ വേഴാമ്പൽ ഒരു മാരിമുകിലിനെ പ്രണയിച്ചു പോയി. മഴ കാത്തുന്ന വേഴാമ്പലിനെ പോലെയായിരുന്നു കുറച്ചു ദിവസങ്ങൾ. മഴയില്ലായിരുന്നു, പക്ഷേ ഇന്ന് നല്ലോണം മഴ പെയ്തു വൈകുന്നേരം. അപ്പോൾ ചായയുടെ കൂടെ എന്തെങ്കിലും കഴിക്കാനൊരു മോഹം. പേരമ്മ വന്നപ്പോൾ കുറച്ച് ചേമ്പിലയുടെ താള് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ചേമ്പിലപ്പം പത്രോടം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് നമ്മുടെ പത്രവടയ്ക്കുള്ള ഇല, അതായത് ചേമ്പില എന്ന് പറയും. ചേർക്കേണ്ട ചേരുവകളാണ് ഉണക്കമുളക്, തേങ്ങ, അതുപോലെ ഒരു മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത പച്ചരി, അതുപോലെ തന്നെ സ്റ്റാർ പുളി. നല്ല പുളി ആവശ്യമുണ്ട്, അപ്പോൾ പുളിക്ക് വേണ്ടി സ്റ്റാർ പുളിയും ഇടാം, അല്ലാന്നുണ്ടെങ്കിൽ ഇരുമ്പം പുളി ഇടാം. ഇവിടെ സ്റ്റാർ പുളി കുറച്ചേ ഉള്ളൂ, അപ്പോൾ ബാക്കി ഇരുമ്പം പുളി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു. ഇത് ചേമ്പിൻ്റെ ഇലയാകുമ്പോൾ ചില ചേമ്പിൻ്റെ ഇലകൾക്ക് ചൊറിച്ചിലുണ്ടാവും. അപ്പോൾ ആ ചൊറിച്ചിൽ മാറാനായിട്ടാണ് നമ്മൾ മെയിനായിട്ട് പുളി ഇടുന്നത്. അപ്പോൾ ആ പുളി കുറച്ച് കൂടുതലിട്ടാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മുടെ ഉണക്കമുളക് നന്നായിട്ട് അരച്ചെടുത്തു. അതിന് ശേഷം തേങ്ങ, നമ്മൾ ചുരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് ഇടണം. അതിനുശേഷം പുളി ഉണ്ടല്ലോ, ആ പുളി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കണം. നല്ലതായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ഈ അരപ്പാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഈ അരപ്പ് വേണം ചേമ്പിലയിൽ തേക്കാനായിട്ട്. അങ്ങനെ ഇത് മൂന്നും കൂടെ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുത്തു. അതിലേക്ക് കുതിർത്ത് വെച്ച നമ്മുടെ പച്ചരി ഇട്ട് പേസ്റ്റ് രൂപത്തിൽ ഒന്നും കൂടെ നന്നായിട്ട് അരച്ചെടുക്കുക. അങ്ങനെ അരച്ചെടുത്ത ഐറ്റം വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കുക. കണ്ട, നല്ല പേസ്റ്റ് രൂപത്തിൽ ഒത്തിരി വെള്ളം ഇല്ലാത്ത രീതിയിൽ വേണം അരച്ചെടുക്കാൻ. ഇനി ഇതിനകത്തേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ഇത് മൂന്നും ആവശ്യത്തിന് ഇട്ട ശേഷം നന്നായിട്ട് ഇളക്കുക. നല്ലോണം ഇളക്കി ഉപ്പും നമ്മുടെ കായപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ എല്ലായിടത്തും എത്തത്തക്ക രീതിയിൽ നല്ലോണം മിക്സ് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ കട്ട പിടിച്ച് കിടക്കും. ഇനി നമ്മൾ ഇല വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഇല എടുത്ത് ടേബിളിലേക്ക് പതുക്കെ ഓരോന്നായിട്ട് വെച്ച് നമ്മുടെ മാവ് എടുത്ത് അങ്ങ് തേച്ച് പിടിപ്പിക്കുക. നന്നായിട്ട് ഫേഷ്യൽ ചെയ്ത് വിടണം. ഓരോ ഇലകൾ വെച്ച് 1 by 1 ആയിട്ട് വെച്ച് നമ്മുടെ മാവ് കൈയും കൊണ്ടെടുത്ത് അതിൻ്റെ മുകളിലേക്ക് നല്ലോണം തേച്ച് പിടിപ്പിക്കണം. കാരണം ഈ മാവ് വെന്ത് ഈ ഇലയുമായിട്ട് ചേർന്ന് കഴിയുമ്പോഴാണ് അതിന് ടേസ്റ്റ്. അങ്ങനെ ഒരു ഇല എടുത്ത് വെച്ചു, രണ്ടാമത്തെ ഇല എടുത്ത് വെച്ചു, അതിൻ്റെ മുകളിൽ നല്ലോണം തേച്ച് പിടിപ്പിച്ചു. അതിന് മുകളിലേക്ക് വീണ്ടും അടുത്ത ഇല എടുത്ത് വെച്ചിട്ട് വേണം വീണ്ടും തേക്കാൻ. അങ്ങനെ ലെയർ ബൈ ലെയർ ആയിട്ട് ഓരോ ഇലകൾ വെക്കുക, മാവ് തേക്കുക, വീണ്ടും ഇലകൾ വെക്കുക, മാവ് തേക്കുക. അങ്ങനെ 1 by 1 ആയിട്ട് ഓരോ ഇല എടുത്ത് മാവ് തേച്ച് റെഡിയാക്കണം. ഓക്കെ, ഇങ്ങനെ ഇലകൾ നിവർത്തി വെക്കണം. ഈ ഇലയുടെ നാര് കളയണം. ഞാനത് പറയാൻ വിട്ടുപോയി. നമ്മൾ ഈ ഇല എടുക്കുമ്പോൾ ആ ഇലയുടെ നാരുണ്ടല്ലോ, അത് നമ്മൾ കത്തിയെടുത്ത് ക്ലീൻ ചെയ്യണം. അത് വേഗം ബുദ്ധിമുട്ടാണ്. അപ്പം അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? ആ നാരൊക്കെ എടുത്ത് കളഞ്ഞ ശേഷം വേണം നമ്മൾ ഈ മാവ് ഇതിൽ തേച്ച് പിടിപ്പിക്കാനായിട്ട്. അടുത്ത ഇല എടുത്തു, മാവ് തേച്ചു, അടുത്ത ഇല എടുത്തു, മാവ് തേച്ചു. ഇത് കണ്ടിന്യൂ ചെയ്യണം. അങ്ങനെ ഒരു 10-12 ഇലയൊക്കെ ആകുമ്പോൾ അതങ്ങ് നിർത്തണം. എന്നിട്ട് നമ്മളതിനെ ചുരുട്ടിയെടുക്കണം. എത്ര മാവ് തേക്കാൻ പറ്റുമോ അതുപോലെ തേച്ച് വിടണം കേട്ടോ. മാവിന് ഒട്ടും കുറവ് വേണ്ട. ഇനി 2 സൈഡും മടക്കി ആ മടക്കിൻ്റെ അവിടെ നല്ലോണം മാവ് തേക്കണം. 2 സൈഡിൽ മാവ് തേക്കണം കേട്ടോ. കണ്ടോ, നല്ലോണം മടക്കിയെടുത്ത് അവിടേക്ക് മാവ് തേച്ച് തിരിച്ചതുപോലെ മുകളിൽ നിന്ന് താഴേക്ക് മടക്കി അവിടെയും മാവ് തേച്ച് നല്ലോണം ചുരുട്ടി എടുത്ത് വെക്കണം. അങ്ങനെ ഒന്നാമത്തെ പത്രോടോ റെഡി. ഇനി ഇത് നന്നായിട്ട് വെന്ത് കഴിയുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് വരുന്നത്. അങ്ങനെ നോക്കിയേ, മാവ് നന്നായിട്ട് തേച്ച് ചുരുട്ടി എടുത്ത് മാറ്റി വെക്കുക. അങ്ങനെ മാവ് തേച്ച് ചുരുട്ടി വെച്ച ചേമ്പില നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. ഇനി ഇതുപോലെ വീണ്ടും ഇലകളെടുത്ത് നന്നായി മാവ് തേച്ച് 2 സൈഡിലും മാവ് തേച്ച് ചുരുട്ടി നല്ലോണം എടുത്ത് വെക്കുക. അങ്ങനെ ഒരു 8-10 നമ്മുടെ പാത്രം എന്തോ വലിപ്പത്തിനനുസരിച്ച് നമുക്ക് എടുക്കാം. എത്രയോ വലിയ പാത്രമാണോ ആ പാത്രത്തിനനുസരിച്ച് എടുത്ത ശേഷം എല്ലാത്തിനും ഒരേ സൈസായിരിക്കണം കേട്ടോ. എല്ലാം ഒരു സൈസായിരിക്കണം, അപ്പോൾ ഒരുമിച്ച് വേകും. നമ്മൾ പല സൈസിൽ അത് ചുരുട്ടി എടുത്തു കഴിഞ്ഞാൽ വേവ് വ്യത്യാസം വരും. അപ്പോൾ ചിലത് വെന്തില്ലെന്ന് വരും. വെന്തില്ലെങ്കിൽ ചിലപ്പം ചൊറിയാനും സാധ്യതയുണ്ട്. ഇനി നമ്മൾ ഒരു ഇഡലിച്ചെമ്പ് എടുത്തിട്ട് അടുപ്പത്ത് വെച്ച് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെക്കുക. അപ്പോൾ നമ്മൾ വാഴയിലയ്ക്കുള്ളിലാണ് ഇത് വെക്കുന്നത്. അപ്പോൾ വാഴയില നല്ലോണം വാട്ടിയെടുക്കണം.
അങ്ങനെ നല്ലോണം വാട്ടിയെടുത്ത വാഴയില എടുത്ത് നമ്മൾ പാത്രത്തിലേക്ക് വെച്ചു. വെള്ളം ചൂടായി വരാൻ നേരത്ത് നമ്മൾ ഈ ചുരുട്ടിയെടുത്ത ഓരോ ചേമ്പിലെ അപ്പവും ഓരോന്ന് വീതം പാത്രത്തിലേക്ക് ഒതുക്കി വെക്കണം. കാരണം അത് തുറന്നു പോകരുത്. അപ്പോൾ അതുപോലെ ചുരുട്ടിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അടുപ്പിച്ച് അതിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ഒതുക്കി പാത്രത്തിലേക്ക് വെക്കണം. അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാത്തിനും ഒരേ സൈസ് ആയിരിക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ വേവ് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ചെറിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നല്ലോണം വേവണം. അപ്പോൾ മാക്സിമം നമ്മൾ ഒരേ സൈസിലെടുക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ എല്ലാവരെയും ഇഡലി പാത്രത്തിലേക്ക് വെച്ച് പാത്രം അടച്ചു. അടപ്പെടുത്ത് അതിന് മുകളിലേക്ക് ഒരു വാഴയിലൂടെ വെച്ച ശേഷം നന്നായിട്ട് അടച്ചു വെക്കുക. ആവി പറക്കുന്ന ടൈമിൽ വേണം നമ്മളിത് പാത്രത്തിലേക്ക് മാറ്റാൻ. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് വാഴയില വെച്ച് അടച്ച ശേഷം അടപ്പെടുത്ത് അടച്ചു വെക്കണം. അങ്ങനെ അടച്ചു വെച്ചിട്ട് നമ്മളൊരു 1.5 മണിക്കൂർ അത് നല്ലോണം വേവിക്കണം. സിമ്മിലിടണം കേട്ടോ. സിമ്മിലിട്ടിട്ട് വേണം വേവിക്കാനായിട്ട്. അതുപോലെ തന്നെ വെള്ളം ഒഴിക്കുമ്പോൾ അതിലേക്കൊരു കോയിൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്കതിൽ വെള്ളം തീർന്നോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. ആ കോയിൻ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും അതിൽ വെള്ളം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. അങ്ങനെ അത് നന്നായിട്ട് അടച്ചു വെച്ചു. ഒരു 1.5 മണിക്കൂർ സിമ്മിൽ വേവാനായിട്ട് അനുവദിക്കണം. 1.5 മണിക്കൂർ കഴിഞ്ഞു. നമുക്കത് തുറന്ന് നോക്കാം. കണ്ടോ, നല്ലോണം വാഴയില വരെ വാടി അതിനുള്ളിലുള്ള ചേമ്പിലപ്പം നല്ലോണം വാടി ആ കളർ തന്നെ മാറി. ആ ചേമ്പിലയുടെ കളർ തന്നെ മാറി, നല്ല ജ്യൂസിയായി. ആ മാവൊക്കെ അതിലേക്ക് പുരണ്ട് വെന്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.